നീണ്ടൂർ പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് LDF നീണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. കടുത്ത വേനലിൽ നീണ്ടൂർ പഞ്ചായത്തിലെ പല പ്രദേശങ്ങളിലും കുടിവെള്ളം ലഭിക്കുന്നില്ല. ആഴ്ചയിൽ 3 ദിവസം കുടിവെള്ള വിതരണം നടത്തിയിരുന്ന നീണ്ടൂർ പഞ്ചായത്തിൽ ഇപ്പോൾ വിതരണം നടക്കുന്നില്ല. ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം കിട്ടാക്കനിയായി മാറിയിരിക്കുകയാണ്. വേദഗിരിയിലെ ടാങ്കിൽ വെള്ളം പകുതി നിറയുമ്പോൾ തുറന്നു വിടുന്നതുകൊണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ മാത്രമേ വെള്ളം എത്തുകയുള്ളൂ. ഉയർന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് കിണർ വെള്ളം പോലും ഇല്ലാത്ത സാഹചര്യമാണുള്ളത്. ടാങ്ക് നിറച്ചതിന് ശേഷം വെള്ളം തുറന്നു വിടണമെന്നും ജലദൗർലഭ്യമുള്ള സമയത്ത് ജലചൂഷണം നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യമായിരുന്നു. ഇപ്പം ആഴ്ച പോയിട്ട് 2 ആഴ്ച കൂടുമ്പോൾ വരുന്നില്ല, ഒരു ദിവസം ഈ വരുന്ന വെള്ളം ഞാൻ പറഞ്ഞ കൃഷിയാണ് ഏറ്റവും കൂടുതൽ. ഈ ടാങ്ക് നിറയാൻ നിങ്ങൾ വെള്ളം തുറന്നു വിടുമ്പോൾ മുകളിലേക്ക് വെള്ളം വരുന്നില്ല. അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ലോ. താഴത്തെ പ്രദേശത്തെ ആൾക്കാർക്ക് വെള്ളത്തിൽ വലിയ കൃഷി ചെയ്യാത്ത സ്ഥലങ്ങളോ താഴെ മൂട് ഭാഗത്തേക്കല്ലേ വെള്ളം വരണ്ടേ. ടാങ്ക് നിറയാൻ തുറന്നു വിടുമ്പോൾ അവിടെ നല്ല പോയി വെള്ളം വന്നിട്ട് സ്ഥലമാണ്, നല്ല പ്രശ്നം ഉണ്ടായിരുന്ന സ്ഥലമാണ്. പൈപ്പ് കുത്തി കഴിയുമ്പോൾ വിട്ടു പോകുന്ന സമയം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മാഡം ഈ കിണറില്ലാത്ത ഈ വെള്ളം കൊണ്ട് കഴിയുന്ന 2000 പേരുണ്ട്. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വിട്ടിട്ട് അവിടെ ആ വെള്ളം കിട്ടാത്ത പ്രദേശത്ത് അവിടെ എല്ലാം ചെയ്യാൻ പറ്റുന്ന കൂടെ നോക്കിയെടുക്കുക. കടുത്ത വേനലിൽ നീണ്ടൂർ പഞ്ചായത്തിനോട് വാട്ടർ അതോറിറ്റി അനാസ്ഥ തുടരുകയാണെങ്കിൽ LDF ജനങ്ങളുടെ സഹകരണത്തോടെ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധം നടത്തുമെന്ന് നീണ്ടൂർ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് തോമസ് കോട്ടൂർ, പഞ്ചായത്ത് അംഗങ്ങളായ തോമസ് കുട്ടി കോളമ്പ്രയിൽ, നന്ദു ആരതി, രാജീവ് ഉല്ലാസ്, തോമസ് ജോസഫ് എന്നിവർ പറഞ്ഞു. നീണ്ടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വെള്ളം എത്തുന്നില്ല. വെള്ളം എത്താത്തതിൻ്റെ കാര്യം ചോദിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടുത്തെ നീണ്ടൂർ പഞ്ചായത്തിലെ LDFിൻ്റെ ഭരണസമിതി അംഗങ്ങൾ ഇപ്പോൾ വാട്ടർ അതോറിറ്റിയിൽ വന്നിരിക്കുന്നത്. AUമായി സംസാരിച്ചിട്ടുണ്ട്. വെള്ളം എത്തിക്കുന്നതിന് ആവശ്യമായ നടപടി ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥയാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് ഞങ്ങളുടെ സംശയം. കാരണം ഈ സമയത്ത് വേണം വെള്ളം കൊടുക്കാൻ. വെള്ളം കൊടുക്കേണ്ട സമയത്ത് വെള്ളം കൊടുക്കാതിരുന്നിട്ട് ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഇവിടെ ഉണ്ടായിട്ട് കാര്യമില്ല. അതുകൊണ്ട് അടിയന്തരമായ വെള്ളത്തിൻ്റെ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കി തന്നെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാത്ത പക്ഷം ഈ ഭരണസമിതി അംഗങ്ങൾ മുഴുവൻ പേരും ഈ വാട്ടർ അതോറിറ്റിയുടെ മുമ്പിൽ വന്ന് കുത്തിയിരിപ്പ് സമരം നടത്താനുള്ള തീരുമാനമാണ് ഇന്നെടുത്തിരിക്കുന്നത്.